നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യൂദ മഹാപുരോഹിതന്മാരെ സമീപിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പിന്നെ 12 ഒരുത്തനായി ഇസ്കര്യോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് അവരുടെ അടുക്കൽ ചെന്നു. അവർ അത് കേട്ട് സന്തോഷിച്ചു. അവന് പണം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. അവനും അവനെ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്ന് തക്കം അന്വേഷിച്ച് പോന്നു. ഇവിടെ മഹാപുരോഹിതന്മാർ യൂദയെ സമീപിച്ച് പട്ടാളക്കാർക്ക് യേശുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമോ എന്ന് ചോദിക്കുകയല്ല ചെയ്തത്. മറിച്ച് യൂദ അവരുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. ശിഷ്യന്മാരിൽ യൂദ മാത്രമാണ് യഹൂദിയ സംസ്ഥാനത്തു നിന്നുള്ളയാൾ. ഇസ്കര്യോത്ത യൂദ എന്ന് പറഞ്ഞാൽ കെരിയോത്തുകാരനായ യൂദ എന്നാണ്. കെരിയോത്ത് എന്നത് യഹൂദയിലെ ഒരു സ്ഥലമാണ്. മഹാപുരോഹിതന്മാരും യഹൂദക്കാരായതുകൊണ്ട് ഒരുപക്ഷെ യൂദയെ അവർക്ക് മുൻപ് പരിചയം കാണും. പക്ഷേ ആ പരിചയം വെച്ച് അവർ യൂദയുടെ അടുക്ക വന്നില്ല. കാരണം യൂദ പണസഞ്ചിയൊക്കെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും പണസഞ്ചിയൊക്കെ സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് അതീവ ഭക്തനും അതുപോലെ യേശുവിനെ അഗാധമായി സ്നേഹിക്കുന്ന ആളും എന്നൊക്കെ വിചാരിച്ചിട്ടാകാം അവർ ശിഷ്യന്മാരിൽ ആരെയും സമീപിച്ചില്ല. നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞില്ല. സാധാരണ MLA മാരെയും MP മാരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ അവരെയാണ് സമീപിക്കുന്നത്. ഇത്ര കോടി രൂപ തരാം, അതൊക്കെയാണല്ലോ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത്. പക്ഷേ ഇവിടെ യൂദ അങ്ങോട്ട് ചെല്ലുകയാണ്. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം, ഒരു സ്ത്രീ യേശുവിനോടുള്ള സ്നേഹം നിമിത്തം 300 വെള്ളിക്കാശ് വിലയുള്ള തൈലം യേശുവിൻ്റെ തലയിലും കാലിലുമൊക്കെ പൊട്ടിച്ച് ഒഴിച്ചത് നേരിട്ട് കണ്ട ഒരാളാണ് യൂദ. അദ്ദേഹം മഹാപുരോഹിതന്മാരെ ചെന്ന് കണ്ട് യേശുവിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഓഫർ ചെയ്തത് 30 വെള്ളിക്കാശ് മാത്രമാണ്. 30 ദിവസത്തെ കൂലി. ഒരു അടിമയുടെ വില പോലുമില്ല. അതിന് യൂദ സമ്മതിക്കുകയാണ്. മഹാപുരോഹിതന്മാർക്ക് സന്തോഷമായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇത് വായിക്കുന്ന പല ആളുകളും വിചാരിക്കും ക്രിസ്ത്യാനിത്വത്തിൽ ഇങ്ങനെയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മനസ്സുള്ള ധാരാളം ആളുകൾ ഇതിനകത്തുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഈ മനുഷ്യൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ച ഒരാളായിരുന്നില്ല. അദ്ദേഹം ഒരുപക്ഷെ യേശു ദൈവരാജ്യം സ്ഥാപിക്കും, അപ്പോൾ യേശുവിനോടൊപ്പം അധികാരം കൈയാളാം എന്ന് വിചാരിച്ച ഒരു അധികാര ദുർമോഹിയായിരിക്കാം. ഇല്ലെങ്കിൽ അദ്ദേഹമായിരിക്കാം ഞാൻ ഈ പണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തത്. അപ്പോൾ അതും ഭൗതികമായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ സഭയിൽ ഏത് കാലത്തും ഉണ്ടായിരിക്കും. പക്ഷേ അത് ക്രിസ്തുവിൻ്റെ പരാജയമാണ്, സഭയുടെ പരാജയമാണ്, ദൈവവചനത്തിൻ്റെ പരാജയമാണെന്ന് പറയരുത്. യേശുവിനെ രക്ഷകനായി വാസ്തവമായി സ്വീകരിക്കാതെ സ്നാനപ്പെടുകയൊക്കെ ചെയ്ത് സഭായോഗത്തിന് വരികയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പ്രസംഗിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഇന്നും ധാരാളമുണ്ട്. ഒരുപക്ഷെ അവരുടെ മാതാപിതാക്കൾ ഈ സഭയിലുള്ളവരായിരിക്കാം. അവർ ആ കുടുംബത്തിൽ ജനിച്ചു. ഒരു സമയമായപ്പോൾ അവർ സ്നാനപ്പെട്ടു. അവർ സഭയിൽ വരുന്നു, അവിടെ വളരെ ആക്റ്റീവായി. ഒരു സംഘടനയിൽ ആക്റ്റീവാകുന്ന പോലെ അവരവിടെ ആക്റ്റീവായി. അവരെ ദൈവം അറിഞ്ഞിട്ടില്ല, അവർക്കും ദൈവത്തെ അറിഞ്ഞുകൂടാ. അവർ സ്വർഗത്തിൽ പോകാൻ പോകുന്നില്ല. യേശു പറഞ്ഞൊരു ഉപമയിൽ യേശു പറഞ്ഞു, അന്ത്യസമയത്ത് ചില ആളുകൾ വന്ന് കർത്താവേ ഞങ്ങൾക്കും തുറക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അവർ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയും, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു, പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, എന്നിട്ടും ഞങ്ങളെ അറിയുന്നില്ലേ എന്നവർ ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല
എന്നായിരിക്കും യേശുവിൻ്റെ മറുപടി എന്നാണ്. അതുകൊണ്ട് യേശുവിനെ കൂടാതെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം കൂടാതെ ഒരാൾക്ക് ഒരുപാട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ആളുകൾക്ക് തോന്നും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ ആളുകളാണ് എന്ന്. ഇല്ല, പല മോട്ടിവേഷൻ ഉണ്ടല്ലോ. പ്രശസ്തി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി, ഒരു സ്വയതൃപ്തിക്ക് വേണ്ടി ഒക്കെ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവരാരും ദൈവരാജ്യത്തിൽ ഒപ്പമായിരിക്കുകയില്ല. അവരെ കരയുകയും പല്ലുകടിക്കുകയും ഇരുട്ടിലാകുകയും ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്. അവരുടെ നേതാവാണ് യൂദ. യേശുവിനെ ദൈവമായി സ്വീകരിച്ച ആളായിരുന്നില്ല. യേശു അത് പലയാവർത്തി പറഞ്ഞു. നിങ്ങളൊരുത്തൻ കള്ളനാണ്, നിങ്ങളൊരുത്തൻ പിശാചാണ്, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരെങ്കിലും ഒരുത്തൻ അല്ലതാനും. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് യേശു യൂദയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾ തെറ്റിപ്പോയതല്ല യൂദയുടെ കാര്യം. യൂദയുടെ ഏറ്റവും വലിയ പാപം യേശുവിനെ ഒറ്റിക്കൊടുത്തതുമല്ല. യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരുന്നിരുന്നെങ്കിലും യൂദ നരകത്തിലേ പോകും. യൂദയുടെ ഏറ്റവും വലിയ പാപം പണസഞ്ചിയിൽ നിന്ന് പൈസ എടുത്തു പോകുന്നത്, അതൊന്നുമല്ല. യൂദയുടെ ഏറ്റവും വലിയ പാപം യേശുവിനെ ദൈവമായി സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. ലോകത്തിൽ ഒരു പാപമേ ഉള്ളൂ. പാപങ്ങൾ ഒത്തിരിയുണ്ട്. കള്ളം പറയുന്നത് പാപം, മോഷണം പാപം, വ്യഭിചാരം പാപം, കൊലപാതകം പാപം, അസൂയ പാപം, നഗളം പാപം, ഒത്തിരി പാപങ്ങളുണ്ട്. പക്ഷേ പാപം ഒന്നേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 3:37 വായിക്കുന്നത്, ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യർ പ്രവൃത്തി ദോഷമുള്ളതാകൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതാണ്. ഒറ്റ കാര്യം കൊണ്ടാണ് ന്യായവിധി. യേശുവിനെ, വെളിച്ചമായ യേശുവിനെ രക്ഷകനായി ദൈവമായി സ്വീകരിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പാപം. അതാണ് യൂദയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവനൊരു കള്ളയപ്പോസ്തലനായിരുന്നു, അവനൊരു വ്യാജ ശിഷ്യനായിരുന്നു, അവനൊരു കള്ളക്രിസ്ത്യാനിയായിരുന്നു. അതുകൊണ്ട് അത് വെളിപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത ആളുകൾ ഈ ക്രിസ്തുമതത്തോടൊക്കെ ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ടാകാം. പക്ഷെ അവർക്ക് ജീവിതത്തിൽ മറ്റുള്ളവരുടേതിന് പോലും, ദൈവത്തെ അറിയാത്ത ആളുകളുടെ പോലും ധാർമ്മിക നിലവാരം ഉണ്ടാകുകയില്ല. അവരേത് ഹീനകൃത്യവും ചെയ്യാനായിട്ട് തയ്യാറാകും. ഒരു ദൈവഭയവും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. യൂദ പല ആവർത്തി മോഷ്ടിച്ചെങ്കിലും കർത്താവ് ഒന്നും പറഞ്ഞില്ലല്ലോ. അത് അദ്ദേഹം ഒരു മുതലെടുത്തു. അവസാനം 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മഹാപുരോഹിതന്മാരെ ചെന്ന് കണ്ട് വിലപേശാൻ തയ്യാറായി. യേശുവിനെ ദൈവമായി സ്വീകരിക്കാത്ത വെറും നാമധേയ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ എന്ത് ഹീനകൃത്യവും ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് യൂദയിൽ കാണാൻ കഴിയുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. യേശുവിനെ അക്ഷയമായി സ്നേഹിപ്പാൻ ദൈവം നമ്മെ ഏവരെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.